ഇന്ത്യൻ കോളേജുകളുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി അധപതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് IIT പോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ എമേർജ് ചെയ്തു വന്നൊരു എഞ്ചിനീയറിംഗ് കോളേജ്. ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് ആരിഫ് പുള്ളാൾ. വെൽക്കം ടു അനദർ സെഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ ദ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് കോളേജസുകളുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഡൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ അപ്പൊ നമ്മൾ ഈ എടുക്കുന്ന ഡിഗ്രികൾക്കൊന്നും വാല്യൂ ഇല്ലേ? അതോ IIT ഉള്ളവർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് കോളേജുകൾ പോലും പ്ലേസ്മെന്റ്സിന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുറെ ഇന്റേണൽ പോളിസികളൊക്കെ വെച്ച് കുറെ കമ്പനീസ് വരുന്നില്ല. ഇത് CSE കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. അപ്പൊ IIT പഠിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. അപ്പൊ നമ്മളൊക്കെ എടുക്കുന്ന ഡിഗ്രിക്ക് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല പ്രൈവറ്റ് കോളേജിൽ നിന്നും എടുക്കുന്ന ഡിഗ്രിക്കൊന്നും വാല്യൂ ഇല്ലേ? ഇതിന്റെ ഒക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കറിക്കുലാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള കറിക്കുലം ഒന്നും ഇൻഡസ്ട്രി ഡിമാൻഡ്സ് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ടെക്നോളജി എന്ന് പറയുന്ന സാധനം ആർക്കും വെയിറ്റ് ചെയ്യുന്നതല്ല. എല്ലാ 6 മാസവും എല്ലാ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുന്ന സാധനം. അപ്പൊ അതിനെ വെച്ച് കറിക്കുലം മാറ്റാൻ ആരും ഇവർ റെഡിയും അല്ല. ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം. ഷാദി.comന്റെ ഫൗണ്ടർ അനുപം മിത്തൽ വരെ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഈ ഒരു ടൈമിൽ നമ്മളെ പോലെ 20 ഇയേഴ്സ് ഏജിലായിരുന്നുവെങ്കിൽ അയാൾ AI ഏറ്റവും ബെസ്റ്റ് സൈഡിൽ നിന്ന് പഠിച്ചു പോയിട്ട് AI സ്റ്റാർട്ടപ്സുകളിലും AI കമ്പനീസുകളിലും വർക്ക് ചെയ്തിട്ട് ടോപ്പ് AI കമ്പനീസിൽ കിട്ടാൻ നോക്കും. എന്നിട്ടാണ് അയാൾ ഒരു കരിയർ ഭാവിയിലേക്ക് ഓൺടർപ്രണർഷിപ്പ് പ്ലാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ടെക് കമ്പനീസും AI സ്കിൽസ് എമർജിംഗ് സെക്ടറിൽ മെഷീൻ ലേണിംഗും ഇതിലൊക്കെ അറിയുന്ന എഞ്ചിനീയേഴ്സിനെയാണ് എല്ലാ ടെക് കമ്പനീസും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിടെക് എഡ്യൂക്കേഷൻ ശരിക്കും റീഡിഫൈൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. കുറെ കോളേജസിന്റെ പുതിയ കറിക്കുലം അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെഷനിലെ ഹീറോ ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജി ഇത് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഈ എക്സാക്ട് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ് ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജി IIT ലെവൽ എഡ്യൂക്കേഷനും ഇന്ത്യയിലെ മോസ്റ്റ് അഡ്വാൻസ് കറിക്കുലായിട്ട് ബിടെക് ഇൻ CS ആൻഡ് AI പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പ്രോഗ്രാം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണെന്ന് പറയാൻ എന്റെ കയ്യിൽ 4-5 റീസൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ന്യൂട്ടൺ സ്കൂളിന്റെ ബിടെക് ഇൻ CS ആൻഡ് AI കോഴ്സ് ഡിസൈൻ ചെയ്ത് തന്നെ മാക് പ്രൊഫഷണൽസ് ആണ്. മാക് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ടെക്കിലെ ഡ്രീം കമ്പനീസ് ആണ് മാക് കമ്പനീസ്. മെറ്റ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, അതുപോലത്തെ ടോപ്പ് മാക് കമ്പനീസ്. ഇവര് ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ റിയൽ വേൾഡില് കോർപ്പറേറ്റില് വേണ്ട സ്കിൽസ് കറക്റ്റ് ആയിട്ട് ഇവരുടെ കറിക്കുലത്തിലുണ്ട്. ഇവരെക്കാൾ നന്നായിട്ട് ഇത് പഠിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റൂല. ബാക്കിയുള്ള കോളേജുകളുടെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഒക്കെ മോസ്റ്റ്ലി 12th സിലബസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമില് ഇവര് ഫസ്റ്റ് ഇയറിൽ കോഡിംഗ് ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുകയും ചെയ്യും. അതേസമയം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് മാക്ബുക്ക് അവൈലബിളും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും എക്സ്ട്രീം ടെക് പ്രൊജക്ട്സ് വരെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. സെക്കൻഡ് വൺ, ഇതോടുകൂടി കരിക്കുലം ബേസ്ഡ് എഡ്യൂക്കേഷനോടുകൂടി പ്രാക്ടിക്കൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ തുടങ്ങും. അതായത് AI റോബോട്ടിക്സിലും വർക്ക്ഷോപ്പും ഹാക്കത്തോൺസും പിന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ അവരുടെ ഇന്റേണൽ ക്യാമ്പസിന്റെ ഉള്ളിലും നടക്കും. പുറത്തുള്ള കോമ്പറ്റീഷൻസിന് വരെ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നുണ്ട്. തേർഡ് ആൻഡ് മൈ ഫേവറേറ്റ് പോയിന്റ്, ഗൂഗിൾ, ഫ്ലിപ്കാർട്ട്, മൈക്രോസോഫ്റ്റിലെ ടെക് ലീഡേഴ്സ് ആണ് സ്റ്റുഡൻസിനെ പേഴ്സണലി മെന്റർ ചെയ്യുന്നത്. ആക്ച്വലി ഒരു പേഴ്സണൽ മെന്റോർ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. റീസെന്റ് മൈക്രോസോഫ്റ്റിന്റെ CTO അവരുടെ ക്യാമ്പസിൽ വന്നിട്ട് ലെക്ചറും കാര്യങ്ങളും സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് ഒരു ലെക്ചറൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്, മൈക്രോസോഫ്റ്റിന്റെ CTO. ഇതൊക്കെ കൊണ്ടാണ് അവരുടെ സ്റ്റുഡൻസ് ഇത്രയും അച്ചീവ് ചെയ്യുന്നത്. അവരുടെ വൺ ഓഫ് ദർ സ്റ്റുഡന്റ് ഗൂഗിളിന്റെ പ്രസ്റ്റീജിയസ് GSOC ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. 1.25 lakh സ്റ്റൈപ്പൻഡിൽ ഇന്റേൺഷിപ്പ് ഫസ്റ്റ് ഇയറിൽ തന്നെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ അച്ചീവ്മെന്റ് IIT ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വരെ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഫസ്റ്റ് ഇയറിൽ ഫ്ലാഗ്ഷിപ്പ് ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ല. ഫോർത്ത് പോയിന്റ്, ഇതൊന്നും മാത്രമല്ല, അവരുടെ വൺ ഓഫ് ദർ സ്റ്റുഡന്റ് യൂറോപ്പിലേക്ക് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വിക്കിമീഡിയ ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ്, വേറൊരു സ്റ്റുഡന്റ് തായ്ലൻഡിലേക്ക് പ്രസ്റ്റീജിയസ് ഹാർവേർഡ് ഏഷ്യ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനും പോകുന്നുണ്ട്. ആൻഡ് അടുത്ത എന്റെ ഫേവറേറ്റ് കാര്യം, നിങ്ങൾ ഒരു ആന്റർപ്രണർ സ്പിരിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീഡ് ഫണ്ടിങ്, ഇൻക്യുബേഷൻ അപ് ടു 1 crore ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ അഡ്വാൻസ് കരിക്കുലം വെച്ച് ഓൾ ഓവർ ഇന്ത്യ ഭയങ്കര ചർച്ചയുണ്ട്. സ്റ്റുഡൻസ് കുറെ സീറ്റുകൾക്കും ക്യാമ്പസുകൾക്കും വേണ്ടി ഡിമാൻഡും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പുതിയ ക്യാമ്പസ് പൂനെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 100 acre ക്യാമ്പസ് ആണ്. അതുമുള്ളത് പ്രൈം ലൊക്കേഷനിലുമാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവരുടെ പ്രൊവൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ്, സ്റ്റണ്ണിങ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കമ്പ്യൂട്ടർ ലാബ്സ്, കോഡിംഗ് ഏരിയാസ്, ബ്രേക്ക്ഔട്ട് സ്പേസസ്, സ്വിമ്മിംഗ് പൂൾ. അതായത് നിങ്ങൾക്ക് ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽസ് അഷ്യൂർ ചെയ്ത് പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ന്യൂട്ടൺ സ്കൂളിന്റെ പൂനെ ക്യാമ്പസിൽ അവൈലബിൾ ആണ്. ഐ റിയലി വിഷ് എല്ലാ കോളേജസും ഇതുപോലത്തെ ഫെസിലിറ്റീസും ഇതുപോലത്തെ കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുവെങ്കിൽ. പക്ഷെ ഓണസ്റ്റ്ലി ഇത് കുറെ ടൈം എടുക്കും. ഇതുപോലത്തെ ന്യൂ ഏജ് കോളേജസ് വരാൻ ഇനിയും കുറെ ടൈം എടുക്കും. സോ ഗൈസ്, നമ്മുടെ ഹൈ ക്വാളിറ്റി സ്റ്റുഡന്റ് ഡിമാൻഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനിയും കുറെ IITs വേണം.
ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജി ഈ ഡിമാൻഡ് കംപ്ലീറ്റ് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ആയാലും നല്ലൊരു കരിയർ പ്രതീക്ഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ന്യൂട്ടൺ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാം ആയ എൻസാറ്റ് എക്സാം എന്തായാലും അപ്പിയർ ചെയ്തിരിക്കണം. ജൂലൈ 6 അവരുടെ എക്സാം നടക്കുന്നത്. സോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, എന്തായാലും പോയി രജിസ്റ്റർ ചെയ്യുക. സോ ആസ് എ കൺക്ലൂഷൻ നിങ്ങൾ എന്തായാലും ഇതിന് അപ്ലൈ ചെയ്തിരിക്കണം. ന്യൂട്ടൺ സ്കൂൾ IIT പോലെ തന്നെ അത്രയും ക്വാളിറ്റി കരിക്കുലം എഡ്യൂക്കേഷൻ തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റോർ ചെയ്യാൻ വേണ്ടി ടെക് ലീഡേഴ്സ് തന്നെ ഉണ്ട്. എക്സാക്ട് വേണ്ട സ്കിൽസ് എന്താണെന്നാണ് അവർ ഈ 3-4 വർഷം പഠിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ, ഇത്രയും ബെസ്റ്റ് ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ BTech ലെവലിൽ വേറെ കണ്ടിട്ടില്ല. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Let's meet in another session.